അക്ഷയ തൃതീയ ദിനത്തിൽ സ്വർണം വാങ്ങുവാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും വിഷമിക്കേണ്ടതില്ല. സ്വർണമില്ലെങ്കിൽ വേണ്ട, സ്വർണം വാങ്ങിയാൽ നിങ്ങളിലേക്ക് വരുന്ന അതേ ഐശ്വര്യവും സമ്പത്തും നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്ന മറ്റു ചില വസ്തുക്കളുണ്ട്. അതായത് അക്ഷയ തൃതീയ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ ആളുകളുടെയും മനസ്സിലേക്ക് വരുന്നത് സ്വർണം വാങ്ങണമല്ലോ എന്നുള്ള ചിന്തയാണ്. അതിൽ ചിലർക്കാകട്ടെ ഇപ്പോഴത്തെ സ്വർണത്തിൻ്റെ വിലയനുസരിച്ച് സ്വർണം വാങ്ങുവാനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരിക്കുകയുമില്ല. അപ്പോൾ ഈ വർഷത്തെ അക്ഷയ തൃതീയ ദിനമായി വരുന്ന ഏപ്രിൽ മാസം 30-ാം തീയതി നിങ്ങൾക്ക് സ്വർണം വാങ്ങുവാൻ കഴിയുന്നവരല്ലെങ്കിലും തീർച്ചയായും നിങ്ങൾ വീടുകളിലേക്ക് വാങ്ങിക്കൊണ്ടുവരേണ്ട ചില വസ്തുക്കളുണ്ട്. ആ വസ്തുക്കൾ ഏതൊക്കെയാണ് എന്നുള്ളതും അവ വാങ്ങിക്കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റിയുമെല്ലാം തന്നെ ഇന്നത്തെ അധ്യായത്തിൽ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ അക്ഷയ തൃതീയ ദിനം എന്ന് പറയുന്നത് ഹൈന്ദവ വിശ്വാസമനുസരിച്ച് സമ്പത്തിൻ്റെ ദേവതയായ ലക്ഷ്മി ദേവിയെയും മഹാവിഷ്ണുവിനെയും പ്രീതിപ്പെടുത്തുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു ദിനമാണ്. അതുകൊണ്ട് തന്നെ ഈ ദിവസം സ്വർണം, വെള്ളി എന്നിങ്ങനെയുള്ള വസ്തുക്കൾ വാങ്ങുകയും പുതിയ ജോലികൾ ആരംഭിക്കുകയും അതുപോലെ ഏറ്റവും മംഗളകരമായ കാര്യങ്ങൾ ചെയ്യുവാനൊക്കെ ഏറ്റവും ഉത്തമമായി കണക്കാക്കപ്പെടുന്നു. അതുപോലെ തന്നെ പുതിയ ഭവനത്തിലേക്ക് ഗൃഹപ്രവേശനത്തിനും ഏറ്റവും നല്ല ഒരു ദിവസം തന്നെയാണ് ഈ അക്ഷയ തൃതീയ ദിനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് അക്ഷയ തൃതീയ നാളിൽ സ്വർണം വാങ്ങുന്നത് ആ ഒരു വർഷം മുഴുവൻ ലക്ഷ്മി ദേവിയുടെ കടാക്ഷവും അനുഗ്രഹവും നിങ്ങളുടെ വീട്ടിൽ നിറഞ്ഞു നിൽക്കുവാൻ ഇടയാക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ഈ അധ്യായം കാണുന്നവരിൽ സ്വർണം വാങ്ങുവാൻ സാമ്പത്തിക സ്ഥിതിയുള്ളവർക്ക് സ്വർണം വാങ്ങാവുന്നതാണ്. ഇനി നേരെ മറിച്ച് സ്വർണം വാങ്ങുവാനുള്ള സാമ്പത്തിക സ്ഥിതിയില്ല എന്നുള്ളവർ സ്വർണത്തിന് പകരം ഈ വസ്തുക്കൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലക്ഷ്മി ദേവിയുടെ കടാക്ഷം നിങ്ങളുടെ ഭവനങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയും അതിസമ്പന്നതയിലേക്ക് നിങ്ങളുടെ വീട് ഉയരുകയും ചെയ്യും. ഇതിൽ ഒന്നാമതായി നിങ്ങൾക്ക് അക്ഷയ തൃതീയ ദിനത്തിൽ സ്വർണം വാങ്ങുവാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും വാങ്ങേണ്ട വസ്തു ഗോതമ്പാണ്. പുരാതന കാലം തൊട്ടേ ഗോതമ്പ് സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമാണ്. അപ്പോൾ അക്ഷയ തൃതീയ ദിനത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് വീട്ടിൽ ഗോതമ്പ് വാങ്ങി സമ്പത്തിൻ്റെ ദേവതയായ ലക്ഷ്മി ദേവിക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്രകാരം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ വീടുകളിൽ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം വരുന്ന ഒരു വർഷം മുഴുവൻ നിലനിൽക്കുകയും നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം അകന്ന് സമ്പത്തും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിൽ നിലനിൽക്കുകയും ചെയ്യും. ഇനി രണ്ടാമതായി നിങ്ങൾക്ക് അക്ഷയ തൃതീയ ദിനത്തിൽ വീട്ടിലേക്ക് സമ്പത്തും ഐശ്വര്യവും വന്നു ചേരുവാനായി വാങ്ങുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു വസ്തു എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയുടെ ആരാധനയിൽ അർപ്പിക്കുന്ന മഞ്ഞ കവടിയാണ്. അതായത് അക്ഷയ തൃതീയ നാളിൽ ലക്ഷ്മി ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മഞ്ഞ കവടി വാങ്ങി വീട്ടിൽ കൊണ്ടുവരുന്നത് സ്വർണം വാങ്ങുന്നതിന് തുല്യമായ നേട്ടങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുവരികയും വളരെയധികം ഐശ്വര്യം നിങ്ങളുടെ ഭവനത്തിൽ നിറയ്ക്കുകയും ചെയ്യും. അക്ഷയ തൃതീയ ദിനത്തിൽ കവടി വാങ്ങി ലക്ഷ്മി ദേവിയുടെ പാദങ്ങളിൽ സമർപ്പിച്ചതിന് ശേഷം രണ്ടാം ദിവസം അത് എടുത്ത് ചുവന്ന തുണിയിൽ പൊതിഞ്ഞ്
ആ തുണി ഭദ്രമായി സൂക്ഷിക്കുക. ഇത് നിങ്ങളുടെ സാമ്പത്തിക ഉയർച്ച ഉറപ്പാക്കുന്ന ഒരു കാര്യമാണ്. ഇനി മൂന്നാമതായി, ഈ അക്ഷയ തൃതീയ നാളിൽ നിങ്ങളുടെ ഭവനത്തിലേക്ക് ലക്ഷ്മി ദേവിയുടെ കടാക്ഷവും സർവ ഐശ്വര്യങ്ങളും വന്നു ചേരുവാനായി നിങ്ങൾക്ക് വാങ്ങുവാൻ ഏറ്റവും ഉത്തമമായ വസ്തു പിച്ചള അല്ല എന്നുണ്ടെങ്കിൽ ചെമ്പ് കൊണ്ടുള്ള പാത്രങ്ങളാണ്. ഇവ വാങ്ങുന്നത് ഏറ്റവും ശുഭകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് നിങ്ങളുടെ ഭവനത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ദാരിദ്ര്യത്തെ അകറ്റുകയും വീട്ടിൽ സമ്പത്ത് വന്നു ചേരുവാൻ ഇടയാക്കുകയും ചെയ്യും. ഇനി നാലാമതായി, ഈ അക്ഷയ തൃതീയ ദിനത്തിൽ നിങ്ങൾക്ക് സ്വർണമോ വെള്ളിയോ വാങ്ങുവാൻ കഴിയുന്നില്ലെങ്കിൽ തീർച്ചയായും വാങ്ങാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു വസ്തുവാണ് മൺപാത്രം. ഈ പ്രത്യേകത വളരെയേറെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസം നിങ്ങൾ ഒരു മൺപാത്രം വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കുന്നത് ഏറ്റവും ശുഭകരവും ഐശ്വര്യദായകവുമാണ്. ഇപ്രകാരം നിങ്ങൾ അക്ഷയ തൃതീയ ദിനത്തിൽ മൺപാത്രം വാങ്ങി വീട്ടിൽ വെച്ച് കഴിയുമ്പോൾ മുതൽ നിങ്ങളെ അലട്ടിയിരുന്ന വളരെ വലിയ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പോലും ശമനം വന്നു തുടങ്ങുന്നതായി നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അതോടൊപ്പം തന്നെ ലക്ഷ്മി ദേവിയുടെ കടാക്ഷവും നിങ്ങളിൽ വളരെയേറെ ആയിരിക്കും നിലനിൽക്കുന്നത്. ഇനി അഞ്ചാമതായി, നിങ്ങൾക്ക് അക്ഷയ തൃതീയ നാളിൽ വാങ്ങുവാൻ ഏറ്റവും വിശിഷ്ടമായ വസ്തു എന്ന് പറയുന്നത് ശംഖാണ്. ഒരു ശംഖ് വാങ്ങിക്കൊണ്ടുവന്ന് മഹാവിഷ്ണുവിൻ്റെ പാദത്തിൽ സമർപ്പിക്കുന്നതിലൂടെ ഭഗവാനും ലക്ഷ്മി ദേവിയും സന്തുഷ്ടരാവുകയും അതിലൂടെ നിങ്ങളുടെ ഭവനത്തിലെ സന്തോഷവും സമാധാനവും ഇരട്ടിക്കുകയും സർവ ഐശ്വര്യങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും നിങ്ങളെ തേടിയെത്തുകയും ചെയ്യും. ഇനി ആറാമതായി, നിങ്ങൾക്ക് ഈ അക്ഷയ തൃതീയ ദിനത്തിൽ വാങ്ങുവാൻ ഏറ്റവും ഉത്തമമായ ഒരു വസ്തു ശ്രീയന്ത്രമാണ്. ഒരു ശ്രീയന്ത്രം അക്ഷയ തൃതീയ ദിനത്തിൽ വാങ്ങി നിങ്ങളുടെ വീടിൻ്റെ പൂജാമുറിയിൽ സൂക്ഷിക്കുന്നത് ലക്ഷ്മി ദേവിയുടെയും സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെയും ദിവ്യമായ അനുഗ്രഹം നിങ്ങളുടെ വീട്ടിൽ വന്നു നിറയുവാനും സർവസമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും കുടുംബത്തിൽ സ്നേഹവും ഐക്യവുമെല്ലാം നിലനിൽക്കുവാനും ഇടയാക്കും. അപ്പോൾ നിങ്ങൾക്ക് അക്ഷയ തൃതീയ ദിനത്തിൽ സ്വർണം വാങ്ങുവാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ 6 വസ്തുക്കളിൽ ഏതെങ്കിലും ഒന്ന് വാങ്ങാവുന്നതാണ്. അതല്ല, ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ വസ്തുക്കളും നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ വാങ്ങുന്നതിൽ തെറ്റൊന്നുമില്ല. അതുപോലെ തന്നെ ഇതിൽ ഏതെങ്കിലും ഒരു വസ്തുവെങ്കിലും നിങ്ങൾ അക്ഷയ തൃതീയ ദിനത്തിൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വർണം വാങ്ങുവാൻ കഴിഞ്ഞില്ലല്ലോ എന്ന സങ്കടം നിങ്ങൾക്ക് ലവലേശം ആവശ്യമില്ല. കാരണം സ്വർണം വാങ്ങിയതിന് തുല്യമായ ഐശ്വര്യവും സമൃദ്ധിയും എല്ലാം നിങ്ങളുടെ ഭവനത്തിൽ തീർച്ചയായും ഈ വസ്തുക്കൾ വാങ്ങുന്നതിലൂടെ വന്നു ചേരും. ഈശ്വരൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.